ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർച്ചീഫ് പോലെ അല്ലെങ്കിൽ ലേസ് തുന്നിയെടുത്താൽ എങ്ങനെ, അതുപോലെ ചൂടോടെ ഇരിക്കുമ്പോൾ നല്ല ക്രിസ്പിയും അതുപോലെ തണുത്താൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. ഇതിന് ഞാൻ റുമാലി ദോശ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു പൊട്ടറ്റോ കറിയും കൂടി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണാം. അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 1 കപ്പ് പച്ചരിയാണ്, നന്നായി കുതിർത്തെടുത്തതാണ്. ഇത് രാത്രി വെള്ളത്തിലിട്ടിരുന്നു, രാവിലെ എടുത്തതാണ്. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി കാണാൻ പാടില്ല. നല്ല ഫൈനായിട്ട് അരച്ചാൽ മാത്രമേ നല്ല ലേസ് പോലെ ജാളിയായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം കുറച്ചാണ് ഞാൻ ഒഴിച്ച് അരച്ചത്. ഇത് ലൂസായിട്ട് കോരി ഒഴിച്ചാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ 1/2 കപ്പ് ഒഴിച്ചാണ് അരച്ചത്. ഇനി ഒരു 3.5 കപ്പോളം വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ട് കലക്കിയെടുക്കണം. അരിപ്പൊടി ഉപയോഗിച്ചും ഇതേ രീതിയിൽ നമുക്ക് ദോശ ചുടാവുന്നതാണ്. 1 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് തേങ്ങയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം ബാക്കി വെള്ളം ചേർത്ത് ലൂസായിട്ട് കലക്കിയെടുക്കാം. ഇപ്പോൾ ഇത് എല്ലാം കൂടി 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ്. 10-12 ചെറിയ ഉള്ളി മതി. 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഉള്ളി വൃത്തിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പച്ചമുളക് നീളത്തിലൊന്ന് കീറി വയ്ക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസ് ഫ്രഷ് ആയിട്ടുള്ള പീസാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനിടയിൽ വാഷിംഗ് മെഷീൻ ഒന്ന് ഓൺ ചെയ്തോട്ടെ. എന്നും മഴയല്ലേ, തുണി ഉണക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെഷീനിൽ തന്നെ ഉണക്കിയെടുക്കണം. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ കറിയാണ്, അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. 1/2 ടീസ്പൂൺ കടുകിടാം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സീസണിൽ കറിവേപ്പിലയുടെ ഇല മുഴുവനും പുഴു കടിച്ചു പോയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം നല്ല കറിവേപ്പിലയുള്ളൂ. ഇനി ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, സവാള ചെറുതായി അരിഞ്ഞ് ചേർത്താൽ മതി. ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും പൊട്ടറ്റോ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസും ചേർക്കാം. ഉള്ളി വഴറ്റുമ്പോൾ ഒരു കാര്യം ചേർക്കാൻ ഞാൻ മറന്നുപോയി. എന്താണ്? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ തന്നെ വച്ചിരിക്കുകയായിരുന്നു, എടുക്കാൻ മറന്നുപോയതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കണം. 2 പച്ചമുളക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേകട്ടെ. ഒട്ടും തന്നെ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പൊട്ടറ്റോ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണും കൂടി ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ടർക്കിഷ് മസാലയാണ്. ഇതൊരു പ്രത്യേക ഫ്ലേവറുള്ള മസാലയാണ്. ഗരം മസാല പോലെ തന്നെയാണ്, പക്ഷേ ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഇത് ഞാൻ ജർമ്മനിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ലബനീസ് ടർക്കിഷ് ഡിഷുകൾക്ക് അവർ ഉപയോഗിക്കുന്നൊരു മസാലയാണ്. ഈ മസാലയെല്ലാം നന്നായി ഒന്ന് മൂത്ത ശേഷം ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി ഈ തേങ്ങാപ്പാൽ വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എണ്ണ വളരെ കുറച്ചാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചത് കൊണ്ട് നല്ല ടേസ്റ്റുമാണ്. കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ദോശ, അപ്പം, പൂരി, ചപ്പാത്തി, പൊറോട്ട എന്നിവയോടൊക്കെ ഒപ്പം കഴിക്കാൻ നല്ലൊരു സിമ്പിളായിട്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ദോശ ഉണ്ടാക്കാം. കറി ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ദോശ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. ദോശ ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ഇതൊരു വലിയ ദോശക്കല്ലാണ്, കുറേ പഴയതാണ്.
ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതും ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അടിയിൽ നോക്കിക്ക് എള്ള് കിടക്കുന്നത്. നമ്മുടെ എവിടെയെങ്ങും ഇങ്ങനത്തെ എള്ളെണ്ണ കാണാൻ പറ്റിയില്ല. ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാലഡ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ ഇത് കുറച്ച് ഒഴിച്ച് നോക്കാം. ഇത് റിഫൈൻ ചെയ്തെടുത്ത സെസമി ഓയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഒരു യെല്ലോ കളറായിരിക്കില്ലേ. ഇത് വെളിച്ചെണ്ണ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം ചൂട് നന്നായി കുറച്ചതിന് ശേഷം മാവ് ഇതുപോലെ കോരി ഒഴിക്കാവുന്നതാണ്. നല്ല ചൂടോടെയാണ് കോരി ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിച്ച് കട്ടിയായി പോകും. ഇത്രയും കനം കുറച്ച് കിട്ടുകയില്ല. അതുകൊണ്ട് ചൂട് നന്നായി കുറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കൊന്നും ഇല്ലെങ്കിൽ ഒരല്പം ഇതുപോലെ വച്ച് ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ച് വലിയ പാനല്ലേ, അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂട് കിട്ടാനായിട്ട് ഇതിൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ചൂടാക്കി വേവിച്ചെടുക്കാവുന്നതാണ്. മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് നിറം മാറുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരും. അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനും നല്ല ഈസിയാണ്. ഇതുപോലെ നോൺ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നല്ല മയം വന്ന അയൺ ദോശക്കല്ലിലും ഉണ്ടാക്കാവുന്നതാണ്. ഇതിനി മറിച്ചിടേണ്ട ആവശ്യമില്ല. നന്നായിട്ടത് വെന്തതാണ്. നോക്കിക്കേ എന്ത് ഭംഗിയാണ് കാണാനെന്ന്. നിങ്ങളിത് ആർക്കുണ്ടാക്കി കൊടുത്താലും അവർ ചോദിക്കും ഇതെങ്ങനെയാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയതെന്ന്. കാര്യം ഇതിൽ പ്രധാനമായിട്ട് ഇത് ഒട്ടും തരിയില്ലാതെയാണ് ഇത് അരച്ചെടുത്തത്. അത് തന്നെയാണ് ഈ ഒരു ജാളി ഇത്രയും വരാനുള്ള കാരണം. പിന്നെ ഇത്തിരി ക്ഷമയോടെ ഇത് സ്ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും. പുറത്ത് നല്ല മഴ ചാറിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ദോശയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, ഇത്രയും ഭംഗിയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ മനസ്സിന് തന്നെ നല്ല ഹാപ്പിയാണ്. അത് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലും നല്ല സന്തോഷമായിരിക്കും. ഇത്രയും ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ തന്നെ കിട്ടുമ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് നിങ്ങളിത് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ചിക്കനോടൊപ്പമൊക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും. ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ അരിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ 10 മിനിറ്റിൽ തന്നെ നമ്മുടെ ഈ ജാളി പോലത്തെ ദോശ റെഡിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.